2025. Not the best year in my life, but I'm so much in love with this year. കാരണം എന്താ വെച്ചാൽ ദിസ് ഇയർ ഹെൽപ് മീ അണ്ടർസ്റ്റാൻഡ് വാട്ട് മൈ വേർത്ത് റിയലി ഇസ്. ഞാൻ എൻ്റെ സ്ലീപ്പ് സൈക്കിൾ റെഡിയാക്കി, എൻ്റെ എക്സസൈസിങ് പാറ്റേൺ ഞാൻ റെഡിയാക്കി, ഞാൻ കഴിക്കുന്ന ഫുഡ് മാക്സിമം ഹെൽത്ത് ഫോക്കസ്ഡ് ഞാൻ ശ്രമിച്ചു. അള്ളായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാനും പ്രയേഴ്സ് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആക്കാനും എന്നെ ഹെൽപ്പ് ചെയ്തു. എൻ്റെ ക്വാണ്ടിറ്റിയിൽ മാത്രം ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരുന്ന സർക്കിൾ കംപ്ലീറ്റ്ലി വെട്ടിച്ചുരുക്കി ക്വാളിറ്റിയിൽ ഫോക്കസ് ആവുന്ന രീതിയിൽ ആക്കിയെടുത്തു. പിന്നെ ഇതിലൊക്കെ ഉപരി ഐ സ്റ്റാർട്ടഡ് പ്രയോറിറ്റൈസിങ് മൈ സെൽഫ് മോർ ദാൻ എനിത്തിങ് എൽസ്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരാൻ കാരണം എന്താ അറിയോ, 2026 തുടങ്ങാൻ കറക്റ്റ് 2 ആഴ്ച ബാക്കിയുണ്ട്. ഈ 2 ആഴ്ച നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ, ഇതാണ് നിങ്ങൾ 2026 എങ്ങനെയിരിക്കും എന്ന് തീരുമാനിക്കാൻ പോകുന്ന സംഗതി. അപ്പൊ 2026 ബാക്കി എല്ലാ വർഷം പോലെ തുടങ്ങണോ, അല്ലെങ്കിൽ 2026 ഒരു ഫ്രഷ് സ്റ്റാർട്ട് വിത്ത് ന്യൂ ഹോപ്സ് തുടങ്ങണോ എന്ന് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ പോലെ ഇരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് എൻ്റെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. വളരെ മേജർ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് 2026 ഞാനൊരു ഹോപ്പ് വെച്ച് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ലൈഫിന് കുറച്ചും കൂടി മീനിങ് കൊണ്ടുവരും. ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്. ചൂസ് യുവർ സെൽഫ് മോർ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദ വേൾഡ്. അപ്പൊ ടേക്ക് കെയർ. ബൈ.